ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിനൊരു നിലനിൽപ്പില്ല എന്നത് നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ചൈനയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ പോയാലും ചൈനയിൽ നിന്നൊക്കെ ഇനി എങ്ങനെ പോയി തെണ്ടിപ്പറക്കി ചോദിച്ചാലും അവിടെ നിന്നൊക്കെ എത്ര സഹായം കിട്ടിയാലും ഇന്ത്യ കൊടുക്കുന്നത് പോലെയുള്ള സഹായം അല്ലെങ്കിൽ ഇന്ത്യക്ക് പകരമാകാൻ ചൈനയ്ക്കൊന്നും ഒരിക്കലും പറ്റില്ല. ഇന്ത്യക്ക് പകരമായി ചൈനയെ കണ്ടും തുർക്കിയെ കണ്ടുമൊക്കെ ഒന്ന് തുള്ളിയതാണ് മാലിദ്വീപ്. എന്തുണ്ടായെന്ന് നമ്മൾ കണ്ടില്ലേ? അത് തന്നെയാണ് ബംഗ്ലാദേശിനും സംഭവിക്കുന്നത്. ബംഗ്ലാദേശിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി പ്രധാനമായി സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കമ്പനികളാണ്. അതിൽ തന്നെ ഏറ്റവും അധികം വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് വൈദ്യുതി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ബംഗ്ലാദേശ് കുടിശ്ശിക വരുത്തിക്കൊണ്ടുവരുന്നു. കൃത്യമായിട്ട് പൈസ കൊടുക്കാതെ തടസ്സമില്ലാത്ത വൈദ്യുതി ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഷേഖ് ഹസീന സർക്കാർ ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലായതുകൊണ്ട് ഹസീന മോദി സർക്കാരിനെ വിളിച്ച് നിരന്തരം റിക്വസ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് അദാനി ഗവൺമെന്റ് തടസ്സമില്ലാതെ കറണ്ട് കൊടുത്തു. പൈസ വേണം, പക്ഷേ പെട്ടെന്ന് തരണമെന്നൊക്കെ പറഞ്ഞ് ഈ ഇളവുകൾ കൊടുത്തുകൊണ്ട് വൈദ്യുതി കൊടുത്തുകൊണ്ടിരുന്നു. ബംഗ്ലാദേശിൽ ഭരണം മാറിയതോടെ കളി മാറി. മുഹമ്മദ് യൂനിസ് സർക്കാർ വന്ന് ഇന്ത്യ ഒന്ന് ചൊറിയാൻ നോക്കി. ഇന്ത്യയുമായിട്ടുള്ള പല കരാറുകളും പുനഃപരിശോധിക്കാൻ നോക്കി. എന്നാ പിന്നെ നീ ഒന്നും ഇനി കറണ്ട് വെച്ച് അനുഭവിക്കേണ്ട എന്ന് ഇന്ത്യയും തീരുമാനിച്ചു. അദാനിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിർത്തിക്കോ, ഇനി കറണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം അവർ തരാനുള്ള പൈസ ഒക്കെ ഇനി തരട്ടെ, തന്നിട്ട് മതി ബാക്കി വൈദ്യുതി കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇതോടെ ബംഗ്ലാദേശ് വെട്ടിലായി. ആവശ്യത്തിന് കറണ്ട് ഇല്ലാത്ത അവസ്ഥയായി. പല സ്ഥലങ്ങളിലും വൈദ്യുതി കിട്ടാത്ത അവസ്ഥയായി. ആകെ അങ്കലാപ്പിലായി. പല വഴികളിലും നോക്കി വൈദ്യുതി ഉണ്ടാക്കാൻ, ഒരു രക്ഷയുമില്ല. അങ്ങനെ വീണ്ടും അദാനി ഗ്രൂപ്പിന്റെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ ഈ ബംഗ്ലാദേശിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യമൊക്കെ കുറെ കള്ളക്കണക്ക് പറഞ്ഞു നോക്കി. 850 മില്യൺ തരാനുള്ള സ്ഥാനത്ത് 600 മില്യനേ ഉള്ളൂ എന്ന് പറഞ്ഞു, 500 മില്യൺ ഉള്ളൂ എന്ന് പറഞ്ഞു. അദാനി ഗ്രൂപ്പ് പറഞ്ഞില്ല, മുഴുവൻ പൈസയും തന്നേ പറ്റൂ. കള്ളക്കണക്കും കൊണ്ടുവന്നാൽ ഇനി കറണ്ട് തരാൻ പറ്റില്ല. മോദി ഗവൺമെന്റിനോട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ റിക്വസ്റ്റ് ചെയ്ത് നോക്കി. മോദി ആണെങ്കിൽ ഒരു ഇഞ്ച് കുലുങ്ങുന്നില്ല. അദാനി കൊടുക്കാമെന്ന് പറഞ്ഞാലും മോദി പറയും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന നിലയിലായി കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ബംഗ്ലാദേശിനെ അടപടലം പൂട്ടുന്ന പരിപാടിയാണ് ഇന്ത്യ ചെയ്തത്. ഇടക്കാല സർക്കാർ ഭരിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യ ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല എന്ന്. അതിപ്പോ നേപ്പാള്, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സഹായമില്ലാതെ ഒരു നിലനിൽപ്പ് സാധ്യമേ അല്ല. ഈ അധികാരത്തിൽ കയറി കഴിയുമ്പോഴാണല്ലോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഒരല്പം വൈകിയാണെങ്കിലും മുഹമ്മദ് യൂനിസിന് കാര്യം മനസ്സിലായി. ഇപ്പോ മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ് കുടിശ്ശിക അടച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ റസൂൽ കരീമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ പൈസ മടക്കി കൊടുത്തു തുടങ്ങി. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായത് മെച്ചപ്പെടുത്താനുള്ള ശ്രമവും ബംഗ്ലാദേശ് ആരംഭിച്ചിരിക്കുകയാണ്. 2017 ബംഗ്ലാദേശ് സർക്കാരുമായിട്ട് അദാനി ഗ്രൂപ്പ് 25 വർഷത്തേക്കുള്ള വൈദ്യുത കരാറിൽ ഒപ്പിടുന്നത്. ജാർഖണ്ഡിലുള്ള വൈദ്യുത നിലയത്തിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി എത്തിക്കുക. 1600 മെഗാവാട്ടിന്റെ വൈദ്യുത നിലയമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കറണ്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ ഒന്ന് അഹങ്കരിച്ച് നോക്കിയത് ഇന്ത്യയുടെ അടുത്ത്. അപ്പൊ മനസ്സിലായി ഇന്ത്യയോട് കളിയൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അവസാന അടവ് എന്താണെന്ന് വെച്ചാൽ സാഷ്ടാംഗ പ്രണാമമാണ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, പരസ്യമായി കാലേ വിടാൻ യൂനിസ് സർക്കാരിന് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെയുള്ള ആളുകൾ തന്നെ യൂനിസിനെ ഇനി പഞ്ഞിക്കിടും. കാരണം ഇന്ത്യ വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ടാണ് നിലവിലെ ബംഗ്ലാദേശ് ഭരണം മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു, പിന്നാമ്പറത്തുകൂടി വന്നിട്ട് ആരും കാണാതെ കാലേ പിടിച്ച് കരഞ്ഞിട്ടൊരു പോക്കായിരുന്നു, മസിലും പിടിച്ച്. അതാണ് സംഭവിച്ചത്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യക്ക് തരാനുള്ള പൈസയിൽ 50 മില്യന് മുകളിൽ തന്നെ മടക്കി തന്നിട്ടുണ്ട്. 850 മില്യൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് പറഞ്ഞ കണക്ക് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഏതാണ്ട് 850 മില്യൺ തരാനിരുന്ന സമയത്ത് ഇപ്പോൾ അത് പടിപ്പടിയായി തന്ന് 800 മില്യനായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ തരാനുള്ള പൈസ എല്ലാം തന്നു തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത്. ഏകദേശം 5.15% അദാനി പവറിന്റെ ഓഹരികൾ ഉയർന്നത്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ വിപണി മൂല്യമുള്ള കമ്പനിയാണ് അദാനി പവർ. ഡിസംബർ പാദത്തിൽ 13,671 കോടി രൂപ വിറ്റുവരവും 2,940 കോടി രൂപ ലാഭവും ഉണ്ടാക്കിയ കമ്പനിയാണ്. അപ്പൊ എന്തായാലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് വൈദ്യുതി കൊടുക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യ ഈ കമ്പനികളെ ഉപയോഗിച്ച് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളുടെ മേൽ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ വഴിക്ക് ബംഗ്ലാദേശ് വരുന്നത് കണ്ടോ. ഇനിയിപ്പോ ചൈനയിൽ പോയിട്ട് ഷി ജിൻപിങ് തേച്ചൊരു വിടൽ ഇങ്ങോട്ട് വിടും. മാൽഡീവിലെ നമ്മുടെ മുഹമ്മദ് മൊയ്സു തേഞ്ഞു വന്നതുപോലെ യൂനിസ് തേഞ്ഞൊരു വരവ് ഇങ്ങോട്ട് വരും. അതിനുശേഷം പിന്നെ ഇന്ത്യയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം പരസ്യമായിട്ടുണ്ടാവും. അതോടെ അഹങ്കാരത്തിന് താൽക്കാലിക ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.